ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ലാവണ്യെ വിളിക്കുവാട്ടോ അശ്വിന്. എന്നെക്കുറിച്ച് മുത്തശ്ശി എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, ദേ നീ ആവശ്യമില്ലാത്തൊന്നും സംസാരിക്കണ്ട, എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല, നേരിട്ട് കാണുമ്പോൾ എന്താ അത് സംസാരിക്കുക എന്ന് പറയുമ്പോൾ, അതിനൊന്നും മറുപടി താ എന്ന് പറയുമ്പോൾ, പ്ലീസ് ഒന്ന് വെക്ക് എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. ആ സമയത്ത് എല്ലാവരും കൂടി അവിടെ വരുന്നുണ്ട്. ചേച്ചി പറയുന്നുണ്ട്, വാ ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ, മുത്തശ്ശി കഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ, മുത്തശ്ശി നിന്നെക്കാളും വാശിയിൽ അവിടെ ഇരിക്കുന്നുണ്ട്, നീ വാ മുത്തശ്ശി സംസാരിക്കുന്നത് പറയുമ്പോൾ, മനോരമ പറയുന്നുണ്ട്, ആ ഓൾഡ് ലേഡി ഈ പ്രായത്തിൽ ഡയറ്റ് എടുക്കാൻ പോവാണെന്ന് തോന്നുന്നു. മോനെ ഇത് ഭയങ്കര വാശിയാട്ടോ, മോൻ വന്ന് സംസാരിക്കുക കുഞ്ഞ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കണ നമ്മുടെ ആൻറ്റി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതിയും പ്രീതിയും ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി ഇങ്ങനെ വെറുതെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കണത്, എന്താ കാര്യം ചോദിക്കുമ്പോൾ, അടുക്കളയിലെ കാര്യം ആലോചിച്ച് ചിരിച്ചതാ. ഞാൻ അടുക്കളയിൽ പോയപ്പോൾ ഒരാൾ അവിടെ നിന്ന് പണിയെടുത്തോളാം എന്ന് പറഞ്ഞിട്ടും അകത്തേക്ക് കയറിയിട്ടുണ്ട് എന്ന് പറയുവാണ്. ആ സമയത്ത് ശ്യാമാണ് അടുക്കളയിൽ കയറിയേക്കണത്. ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഏതോ പെണ്ണിനോട് പറയുന്നുണ്ട്, ഞാൻ വന്നിട്ട് നിൻ്റെ പരിഭവമൊക്കെ മാറ്റാന്നേ, ഞാൻ വരാന്നേ, നീ എന്നോടൊന്ന് പറയണ കേക്ക്, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം എന്നൊക്കെ പറയും. രഹസ്യത്തിൽ സംസാരിക്കാൻ പെട്ടെന്ന് ശ്രുതി വരുവാണ്. ശ്രുതി പറയുമ്പോൾ പെട്ടെന്ന് ശ്യാം ഫോൺ കട്ട് ആ ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിൽക്കുക കേട്ടോ. അങ്ങനെ അതിനുശേഷം കാണിക്കണ വീണ്ടും അശ്വിനെയാണ്. അശ്വിൻ പറയുന്നുണ്ട്, എന്താണ് മുത്തശ്ശിക്ക് വാശിയാണെങ്കിൽ എനിക്കും വാശിയാണ് എന്ന് പറയുമ്പോൾ, ഇത് ദുർവാശിയാണ് കുഞ്ഞ്, നീ കാണിക്കുന്നതൊക്കെ കുറച്ച് ഓവറാണെന്ന് പറയാണ്. നിൻ്റെ ഈ സ്വഭാവം എന്താണെന്നറിയാമോ, നിൻ്റെ വാശി നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം നിനക്ക് കിട്ടിയിരിക്കണത്. നിൻ്റെ അച്ഛനും ഇങ്ങനെ തന്നെയാണ്, വാശി കാണിച്ച് ദൂർത്തടിച്ച് അഹങ്കാരം കാണിച്ച് കുടുംബം പിന്നെ എങ്ങനെയായെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. അതിലേക്ക് തന്നെയാണ് നീ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത്. എനിക്ക് പേടിയുണ്ട് കുഞ്ഞ്, നീയും അതുപോലെ നിൻ്റെ അച്ഛനെ പോലെ ആകുമെന്ന്. ഓഹോ, അപ്പം ഞാൻ കാരണമാണ് ഈ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണതാണ് എന്നാണ് മുത്തശ്ശി പറയണതല്ലേ. ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ നിന്ന് പോകാം, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമാവുമല്ലോ എന്ന് പറയണം. ഓ, അപ്പോൾ നീ നിൻ്റെ വാശി ഉപേക്ഷിക്കാമെന്ന് പറയില്ല അല്ലേ കുഞ്ഞ് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, ഞാനേ വാശി കാണിക്കുന്നുണ്ടെങ്കിലേ അതെ ഞാൻ കാണിക്കണത് എൻ്റെ ന്യായങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതെന്താ, ഞാൻ നിങ്ങളുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ വരാറില്ലല്ലോ, പിന്നെ നിങ്ങളെന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, കുഞ്ഞ ഇത് കുറച്ച് ഓവറാണ് നീ കാണിക്കണത്. നീ ഇപ്പോൾ ഇവിടുന്ന് പോകാൻ പോവാണ് അല്ലേ എന്ന് പറയുമ്പോൾ, അതെ ഞാൻ പോകാൻ പോവാം, ഇവിടുന്ന് പോകാൻ പോവാം. ഓ, നീ പോണത് ആ ലാവണ്യ അടുത്തായിരിക്കും എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, അതെ ഞാൻ ലാവണ്യ അടുത്ത് തന്നെയാണ് പോണത്, മാറി നിൽക്ക്, ഞാൻ ലാവണ്യ അടുത്ത് തന്നെയാണ് പോകാനും പോകുന്നത് എന്നൊക്കെ അശ്വിൻ പറയാണ്. കുഞ്ഞ് ഞങ്ങൾ പറയണത് നീ ഒന്ന് കേൾക്ക് എന്ന് അഞ്ജലി പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ടില്ല, ഞാൻ ആരും പറയണത് കേൾക്കില്ല, ഞാനല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭാരമല്ലേ, ഞാൻ ഇവിടുന്ന് പോയിക്കോളാം എന്ന് പറയുവാണ്. അതിനുശേഷം മുത്തശ്ശി പറയുന്നുണ്ട്, അവൻ പോണെങ്കിൽ പോട്ടെ, അവൻ്റെ വാശിയല്ലേ വലുത്, അല്ലാതെ നമ്മളൊന്നും അല്ലല്ലോ, അവനവൻ്റെ ലാവണ്യയുടെ കൂടെ പോട്ടെ എന്നൊക്കെ പറയുമ്പോൾ, അതെ ഞാൻ ഇനിയുള്ള കാലം ലാവണ്യയുടെ കൂടെ ജീവിക്കാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് എന്ന് വാശിപ്പുറത്ത് അശ്വിൻ പറയുമ്പോൾ മുത്തശ്ശിക്ക് അത് വല്ലാത്ത വിഷമമാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അശ്വിൻ എല്ലാവരുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി അങ്ങോട്ട് പോകുക റൂമിലേക്ക്. അതിനുശേഷം കാണിക്കുന്നത് അശ്വിനിങ്ങനെ പോകുമ്പോഴേക്കും മുത്തശ്ശിക്ക് വല്ലാതെ വിഷമമാണ്. പിന്നെ കാണിക്കുന്ന ശ്രുതിനെയാണ്. ശ്രുതി ഭക്ഷണം കഴിച്ചിട്ടിങ്ങനെ നിൽക്കുമ്പോൾ ശ്യാം ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, ഞാൻ ഇത്രയും രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ടും താനൊന്നും മിണ്ടാതിരിക്കണത്, താനിപ്പോൾ ആലോചിക്കണത് ഞാൻ പറയട്ടെ എന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്യാം സർ, വേറൊന്നല്ല, ഈ നശിച്ച നാട്ടിലേക്ക് വരണ്ടിയിരുന്നില്ല എന്നല്ല ആലോചിച്ചത് എന്ന് പറയുമ്പോൾ, അങ്ങനെയൊന്നും അല്ല സർ ആലോചിച്ചതെന്ന് പറയുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി തൻ്റെ മനസ്സ്, താൻ വിചാരിക്കണ്ടാവും ഈ നാട്ടിൽ വന്നേ മുമ്പ് ഞാൻ തന്നോട് എന്തൊക്കെ ബിൽഡപ്പാണ് കൊടുത്തതെന്ന്. അങ്ങനെയൊന്നുമല്ല സർ, ചില നാട്ടിൽ ചില ആളുകളുണ്ട് അവരെ ഓർത്ത് ആ നാടിനെ നശിച്ചതാണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ അത് മാത്രമേ ആലോചിച്ചുള്ളൂ എന്ന് പറയുകയാണ്. അത് നല്ലൊരു കാര്യമാണ് എന്ന് പറയുവാണ് ശ്യാമ. അതിനുശേഷം നമ്മുടെ ശ്രുതി ഭക്ഷണം കഴിച്ച് പാത്രം കഴുകാൻ പോകുമ്പോൾ ശ്യാമും പുറകെ പോകുന്നുണ്ട് കേട്ടോ. ശ്യാം ഭക്ഷണം കഴിച്ചിട്ട് പോണത്. ആ സമയത്ത് ശ്രുതിയെ തന്നെ ഇങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതി പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് തിരിയുമ്പോഴേക്കും പെട്ടെന്ന് ശ്യാമിനെ കാണണം. ശ്യാം സർ, പാത്രം എന്താ, ഞാൻ കഴുകാം. വേണ്ട ശ്രുതി, ഇന്ന് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, എൻ്റെ തിന്ന പാത്രം ഞാൻ തന്നെ കഴുകിക്കോളാം, അപ്പോഴേ മനസ്സിലൊരു സമാധാനം ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഞാൻ തന്നെ കഴുകിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കഴുകുവാണ്. ആ സമയത്ത് ശ്യാമിൻ്റെ ഫോൺ അടിക്കുവാണ്. ശ്യാം സാർ, ദേ ഫോൺ ബെല്ലടിക്കുന്നു എന്ന് ശ്രുതി പറയുമ്പോൾ ശ്യാം അതൊന്നും കേൾക്കുന്നേയില്ല, പാത്രം കഴുകി വെക്കുക കേട്ടോ. ആ സമയത്ത് ശ്രുതി ഫോണായിട്ട് ശ്യാമിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ശ്യാം സാർ, ദേ ആരോ വിളിക്കുന്നുണ്ട്, റാണി എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കാൻ പോകുമ്പോഴേക്കും ഫോൺ ദാ എന്ന് പറയുകയാണ്. അതിനുശേഷം ഫോൺ പെട്ടെന്ന് തട്ടിപ്പറിച്ച് വാങ്ങിക്കുക കേട്ടോ ശ്യാം. ഹലോ, എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ വന്നിട്ട് നമുക്ക് നേരിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. പരിഭ്രമത്തിലാണ് കേട്ടോ ശ്യാം. ശ്രുതി പെട്ടെന്ന് ചിരിക്കുവാണ്. എന്താ എന്താ ശ്രുതി ചിരിച്ച് ചോദിക്കുമ്പോൾ, അല്ല ശ്യാം സാറിൻ്റെ പരിഭ്രമം കണ്ടിട്ട് ചിരിച്ചതാ. ആരാ ഈ റാണി, സാറിൻ്റെ ഗേൾ ഫ്രണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഗേൾ ഫ്രണ്ടൊന്നും ഇല്ല ശ്രുതി എന്ന് പറയുമ്പോൾ, അല്ല സാറിൻ്റെ പരിഭ്രമം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഗേൾ ഫ്രണ്ട് ആയിരിക്കുമെന്ന്
എന്ന് ശ്രുതി പറഞ്ഞിട്ട് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകുകയാണ്. ആ സമയത്ത് ശ്യാം ഹാവൂ സമാധാനം എന്ന് വെച്ചിട്ട് അവിടെ ഇരിക്കുക കേട്ടോ. ശ്യാമിന് എന്തോ ഒരു കള്ളത്തരം ഉണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കണ വീണ്ടും അശ്വിനെയാണ്. അഞ്ജലി വരുന്നുണ്ട്. അശ്വിനെ കുഞ്ഞ നീ എന്താടാ ഇങ്ങനെ മുത്തശ്ശിനെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചിട്ട് എന്താ കാര്യം? മുത്തശ്ശി കണ്ടില്ല ഭക്ഷണം കഴിക്കാണ്ട് അവിടെ ഇരിക്കുവാണെന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട് മുത്തശ്ശിക്ക് മാത്രമല്ല എനിക്കും ഉണ്ട് കുറച്ച് വാശിയും ദേഷ്യമൊക്കെ, നിങ്ങൾ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് അശ്വിനെ വിളിച്ചിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് അഞ്ജലി പോവുകയാണ്. അതിനുശേഷം അഞ്ജലി പറയുന്നുണ്ട് ദേ നിങ്ങൾ തമ്മിലുള്ള വഴക്ക് ഇന്നൊരു ദിവസത്തേക്ക് മറന്നേ പറ്റൂ എന്ന് പറയാണ്. നാളെ എൻ്റെ ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർക്കാമെന്നാണ് പറഞ്ഞത്. അതുവരെ നിങ്ങൾ ഈ വഴക്കിൻ്റെ കാര്യമൊന്നും മിണ്ടല്ലേ. നാളെ ഒരു പൂജയുണ്ട് അമ്പലത്തിൽ. ആ പൂജയ്ക്ക് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഏട്ടൻ വരുന്നത്. അതിനുശേഷം നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ ആരും വഴക്കിടരുതെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ശരി, നിൻ്റെ ഭർത്താവ് വരുന്നവരെ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു കാര്യവും ഈ വീട്ടിൽ ആർക്കും സംസാരിക്കുന്നില്ല പോരെ എന്ന് പറയുമ്പോൾ അശ്വിനും പറയുന്നുണ്ട് അതെ, ചേച്ചിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചേച്ചിയുടെ ഭർത്താവ് വരുന്നവരെ ഞങ്ങൾ ഈ വീട്ടിൽ ആരും തന്നെ ഇനി ഈ വഴക്കിൻ്റെ കാര്യം സംസാരിക്കില്ല. ശരി, നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോകുവാണ്. ശേഷം ഭർത്താവിനെ വിളിച്ച് പറയുന്നുണ്ട് ഒരുവിധം ഞാൻ സമാധാനപ്പെടുത്തിയിട്ടുണ്ട്. ചേട്ടൻ നാളെ വരുമല്ലോ അല്ലേ, അതോ എന്നെ പറ്റിക്കോ എന്ന് ചോദിക്കുന്നിടത്താണ് എപ്പിസോഡ് തീരുന്നത്. ബൈ.